നമ്മുടെ ഉലകനായകൻ കമൽഹാസൻ്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് റിലീസുകൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ട് നായകൻ എന്ന് പറയുന്നൊരു സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമ നമുക്കറിയാം ഇറങ്ങിയിട്ട് 38 വർഷമായി. ആ ഒരു സിനിമ 87 റിലീസായത്. അപ്പോൾ ആ ഒരു സിനിമയുടെ നമുക്കറിയാം മണിരത്നം കമൽഹാസൻ കൂട്ടുകെട്ടില്ല അവരുടെ ആദ്യത്തെ ഒരു കോംബോയാണ്. ആ ഒരു കോംബോയിൽ വന്നൊരു സിനിമയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാടുണ്ട്, അതിനെക്കുറിച്ചുള്ള കഥകൾ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ വന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നായകൻ്റെ പ്രൊഡ്യൂസർ മുക്ത ശ്രീനിവാസൻ, അദ്ദേഹം ശരിക്കും 80കളുടെ തുടക്കം, അന്ന് എന്താ പറയുക, ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമ നമുക്കറിയാം, എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ്. അതിൻ്റെ ഒരു ഇൻസ്പിറേഷനായിട്ട് ഒരുപാട് സിനിമകൾ എല്ലാ ഭാഷയിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഗോഡ് ഫാദറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ അന്ന് ശിവാജി ഗണേശനെ വെച്ചിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ശിവാജി ഗണേശൻ പിന്നെ കൂടെ കമൽഹാസനും ഒരു വേഷത്തിലൊക്കെ അന്നൊരു പ്ലാനിങ് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഈ ഗോഡ് ഫാദർ എന്ന് പറയുന്ന ആ ഒരു കഥയുടെ അതിൻ്റെ ഒരു സിനിമയുടെ ഒരു കഥയൊക്കെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊക്കെ ഉണ്ട്. പിന്നെയാണ് മണിരത്നം സിനിമയിലേക്ക് എൻട്രി ആവുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു കറങ്ങി തിരിഞ്ഞെല്ലാം വരുന്നതാണ്. അപ്പോൾ ശരിക്കും മണിരത്നം ആദ്യത്തെ സിനിമ മണിരത്നത്തിൻ്റെ അതിൻ്റെ ഒരു കഥയായിട്ടാണ് ആദ്യം കമൽഹാസനെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് പക്ഷേ അത് 80കളുടെ തുടക്കം തന്നെ. പല്ലവി അനുപല്ലവി എന്ന് പറഞ്ഞ സിനിമ, അതാണ് മണിരത്നത്തിൻ്റെ ആദ്യത്തെ സിനിമ. പക്ഷെ അന്ന് ആ ഒരു കഥയൊക്കെ ഇദ്ദേഹത്തിന് കമൽഹാസൻ്റെ അടുത്ത് കമൽഹാസൻ അതുപോലത്തെ ഒരു സിനിമ, അതേപോലത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ വേറൊരു സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ നടന്നില്ല. കമൽഹാസൻ അതിൽ അഭിനയിച്ചില്ല. പക്ഷേ ഇവർ തമ്മിലൊരു സൗഹൃദം അന്ന് സംഭവിച്ചു. ഇവരെ പരിചയപ്പെട്ട് ഇവർ തമ്മിലൊരു സൗഹൃദം കമൽഹാസനും മണിരത്നവും തമ്മിൽ അന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഈ ഒരു നായകനിലേക്ക് എത്തുന്നത്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ മറ്റേ പല്ലവി അനുപല്ലവി എന്ന് പറഞ്ഞ സിനിമ അനിൽ കപൂറാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെയും മണിരത്നം വേറെയും സിനിമ നമ്മൾ ഉണരും എന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്തു, വേറെയും 1-2 സിനിമകൾ തമിഴിലൊക്കെ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഈ പറയുന്ന ഒരു നായകൻ്റെ ആ ഒരു പ്രൊജക്റ്റിലേക്ക് ഈ പ്രൊഡ്യൂസറും ഇവരെല്ലാവരും കൂടി വീണ്ടും ഒരു സിനിമ മണിരത്നമായിട്ട് ഒന്നിക്കുന്ന രീതിയിലോട്ട് വരുന്നത്. അപ്പോൾ അന്ന് ഇതേപോലെ തന്നെ അവർ പോയിട്ട് ആദ്യം വേറൊരു ഇതേപോലെ ഒരു ഹിന്ദി സിനിമ റീമേക്ക് ചെയ്യാൻ ഉള്ളൊരു പ്ലാനാണ്. പക്ഷെ അതും കമൽഹാസന് ഇഷ്ടപ്പെടാത്തതെന്തോ അത് നടന്നില്ല. അങ്ങനെയാണ് കറങ്ങിത്തിരിഞ്ഞ് ഈ ഒരു നായകൻ്റെ കഥ. അത് ശരിക്കും നമുക്കറിയാം വരദരാജ മുതലിയാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ആ ഒരു ത്രെഡ് കമൽഹാസനെടുത്ത് പറഞ്ഞപ്പോൾ കമൽഹാസന് അത് വർക്കായി. അങ്ങനെ നമുക്കിന്ന് പിന്നെ അത് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ മണിരത്നം അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിലേക്ക് കിടക്കുന്നത്. പിന്നെ ബാക്കി ആ ഒരു കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റായിരുന്നു. പിന്നെ ഇതിൽ നായിക ശരണ്യ, AB രാജ് എന്ന് പറയുന്ന വലിയൊരു ഡയറക്ടറുടെ മകളാണ്. അവരുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അന്ന് അവരെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പുതിയ ആളെ കാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു. അങ്ങനെ അവരെ പെട്ടെന്ന് തന്നെ ഇവർ കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് മണിരത്നം അത് ഫിക്സ് ചെയ്തത്. പിന്നെ സുഹാസിനി, അന്ന് സുഹാസിനി മണിരത്നം കല്യാണം കഴിച്ചിട്ടില്ല, അവർ സൗഹൃദത്തിലാണ്. അങ്ങനെ സുഹാസിനിയാണ് ഇതിൽ മകളുടെ ക്യാരക്ടറിൽ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ പിന്നെ അത് നടന്നില്ല. അങ്ങനെയാണ് പിന്നെ കാർത്തിക വേഷം ചെയ്തത്. നിങ്ങളുടെ കാർത്തിക മലയാളത്തിൽ നിന്ന് പോയി ആദ്യമായിട്ട് തമിഴിൽ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ അവരധികം സിനിമകൾ ചെയ്തിട്ടില്ല. ശരിക്കും 87 അവസാനത്തോടുകൂടി മിസ്റ്റർ ഡേവിഡ് എന്ന് പറയുന്ന വിജി തമ്പിയുടെ ആദ്യത്തെ സിനിമ അതായിരുന്നു കാർത്തികയുടെ അവസാനത്തെ മലയാള സിനിമ. പിന്നെ അവർ കല്യാണം കഴിഞ്ഞ് അതൊന്ന് മാറി. അതിനു മുമ്പ് അവർ ചെയ്ത ശക്തമായിട്ടുള്ള റോള് തന്നെയാണ് അതിൽ കമൽഹാസൻ്റെ മകളുടെ ക്യാരക്ടർ. പിന്നെ നാസറിൻ്റെ ക്യാരക്ടർ, ഇതിൽ കാർത്തികയുടെ ഭർത്താവായിട്ട് വരുന്ന പോലീസ് ഓഫീസറായിട്ടുള്ള ക്യാരക്ടർ, അതിലാദ്യം രഘുവരനെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ അത് മാറിയിട്ടാണ് പിന്നെ നാസർ. അപ്പോൾ നാസർ തന്നെ പിന്നീട് ഒരിക്കലും ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നാസറിന് അതിൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ വലിയൊരു തൃപ്തിയും തോന്നിയില്ല, എന്തോ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ള ഫീലായിരുന്നു. പക്ഷേ പിന്നെ ഷൂട്ടൊക്കെ കഴിയാറായപ്പോൾ മനസ്സിലായി. പിന്നെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നാസർക്ക് മനസ്സിലായി എത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്നുള്ളത്. പിന്നെ ഇളയരാജയുടെ മ്യൂസിക്, അത് നമുക്ക് ഇന്നും എന്താ പറയുക, ഇപ്പോഴും അത് ആ മ്യൂസിക് അതിൻ്റെ വലിയൊരു പവറാണ്. അതിലെ പല സീൻസിനും ഇളയരാജയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എന്താ പറയുക, ഇളയരാജയുടെ എല്ലാം ഗംഭീരമാണ്. പക്ഷേ ഇതിന് ഇളയരാജയുടെ 400ാമത്തെ സിനിമയാണത്. അപ്പോൾ അതിനും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ കമൽഹാസൻ്റെ അതിലെ പെർഫോമൻസിനാണ് ആ വർഷം നാഷണൽ അവാർഡ് കിട്ടിയതാണ്. അന്ന് മലയാളത്തിൽ നിന്ന് നെടുമുടി വേണും ഒരു മിന്നാമിനിങ്ങിന് നുറുങ്ങുവട്ടം എന്ന് പറയുന്ന ഒരു സിനിമയുമായിട്ട് നെടുമുടി വേണും ശക്തമായിട്ടുള്ള മത്സരത്തിൽ അന്ന് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം കിട്ടിയത് കമൽഹാസൻ്റെ തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് മണിരത്നത്തിൻ്റെ മുമ്പത്തെ സിനിമകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ വലിയൊരു സെറ്റൊക്കെ ഇട്ടിട്ട് ധാരാവിയുടെ സെറ്റൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പ് മണിരത്ന സിനിമകളൊന്നും അങ്ങനെ അല്ലായിരുന്നു. അധികം സെറ്റ് വർക്കുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് അതേപോലെ ബഡ്ജറ്റും വളരെയധികം ഹൈ ബഡ്ജറ്റാണ്. അതുവരെയുള്ള മണിരത്നം സിനിമകൾ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ബഡ്ജറ്റുള്ള സിനിമയായിരുന്നു. പക്ഷേ സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു. അതുകൊണ്ട് അത്ര വലിയ എന്താ പറയുക, അങ്ങനെ ഈ ബഡ്ജറ്റൊക്കെ റിക്കവർ ചെയ്തു. ഒരു സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ എന്നതിലുപരി ആ ഒരു സിനിമ എന്താ പറയുക, ഒരുപാട്
ആൾക്കാരെ ഇൻസ്പയർ ചെയ്ത, പിന്നീട് വന്ന ഒരുപാട് ഫിലിം മേക്കേഴ്സിനെ ഇൻസ്പയർ ചെയ്തൊരു സിനിമ തന്നെയായിരുന്നു. ഡെന്നിസ് ജോസഫ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മണിരത്നം ഡെന്നിസ് ജോസഫിന് അഞ്ജലി സിനിമ എഴുതാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ന്യൂഡൽഹി കണ്ടിട്ടാണ് ഡെന്നിസ് ജോസഫിൻ്റെ ഒരു പേര് കിട്ടിയത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കമേഴ്ഷ്യൽ ബെസ്റ്റ് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോലയാണ്, ഷോലയെ കഴിഞ്ഞാൽ ന്യൂഡൽഹിയാണ് എന്ന് മണിരത്നം ഡെന്നിസ് ജോസഫിനോട് പറഞ്ഞു. ഡെന്നിസ് ജോസഫ് പറഞ്ഞു എനിക്ക് ന്യൂഡൽഹി അല്ല, എനിക്ക് ഷോലയെ കഴിഞ്ഞാൽ അത് നായകനാണ് എന്ന രീതിയിലാണ്. അപ്പം നായകൻ എന്ന് പറയുമ്പോൾ അത് അങ്ങ് ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഫിലിം മേക്കേഴ്സിന് എപ്പോഴും. ഇത് ആ വർഷം 87 ദീപാവലിക്കാണ് റിലീസായത്. അന്ന് രജനീകാന്തിൻ്റെ മണിതൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു, ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു രജനീകാന്തിൻ്റെ സിനിമയാണെന്ന് ടോപ്പ് ഗ്രോസറായത്. പക്ഷേ ഇതും എന്താ പറയുക, നമ്മൾ കട്ടയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ്. ഇപ്പം എന്തായാലും വീണ്ടും അത് റിലീസ് ചെയ്തിരിക്കുകയാണ്. അത് റിലീസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടത് അതിൻ്റെ ലെങ്ത്ത് 2 മണിക്കൂർ 20 മിനിറ്റ് എന്തോ ഉള്ളൂ. അപ്പോൾ കുറേ സീൻസൊക്കെ എന്തായാലും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവണം. അന്ന് ആ സിനിമ ശരിക്കും ഫസ്റ്റ് കട്ട് കഴിഞ്ഞപ്പോൾ 3 മണിക്കൂർ എത്തും. പിന്നെ അവർ കുറച്ച് പ്രൊഡ്യൂസേഴ്സൊക്കെ പറഞ്ഞിട്ട് ലെങ്ത്ത് കുറച്ച് 2.25 മണിക്കൂർ എന്തോ ആയിരുന്നു അന്ന് 87 റിലീസായപ്പോൾ. ഇപ്പോഴത് യൂട്യൂബിലും OTT എനിക്ക് തോന്നിയിട്ട് 2.25 മണിക്കൂറിനടുത്ത് തന്നെയാണ് ആ ഒരു സിനിമ ഉള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഒക്കെ നിങ്ങളൊക്കെ എന്തൊക്കെ അതിലെ ഈ പറഞ്ഞ പോലെ ഫിലിം സ്റ്റുഡൻസിനാണെങ്കിൽ സിനിമ ഭയങ്കരമായിട്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എപ്പോഴും ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അതിലൊരു ഫ്രെയിംസ് മണിരത്നത്തിൻ്റെ ഒരു ബുക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ ഈ ഒരു സിനിമയുടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അത് സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ കുറേ ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അദ്ദേഹം എങ്ങനെയാണ് അതിലൊരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിലെനിക്ക് തോന്നുന്നു ഏതോ ഒരു 2 വീടായിട്ട് കാണിക്കുന്നത് ഒരു വീട് തന്നെയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ആ ഒരു ആർട്ട് ഡയറക്ടർ വർക്ക് ചെയ്തിട്ടുള്ളത്, അതൊക്കെ ഡീറ്റെയിൽസ് ഒരുപാടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തെന്നുള്ളൂ. എന്തായാലും ആ ഒരു സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തിയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും കാണാത്തവർക്ക് പോയി കാണാം, കണ്ടവർ അന്ന് തിയേറ്ററിൽ കാണാൻ പറ്റാത്തവർക്ക് വീണ്ടും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്.